മലയാളികളുടെ മനസ്സിൽ അന്നും ഇന്നും ഒരുപോലെ നെഞ്ചിലേറ്റിയ ഒരു അതുല്യ പ്രതിഭ. ജീവൻ തുടിക്കുന്ന തന്റെ വരകളിലൂടെ, ഓരോ ആഴ്ചപ്പതിപ്പിലെയും നോവലുകളുടെ കഥയ്ക്ക് അനുയോജ്യമായ തന്റെ വരകളിലൂടെ ജീവൻ സൃഷ്ടിക്കുന്ന ഒരു കലാകാരൻ. അതെ, ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ആർട്ടിസ്റ്റ് മോഹൻ മണിമല. ക്രാഷ് ക്രിയേറ്റീവിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്കറിയാമോ, മലയാളികളുടെ പ്രിയപ്പെട്ട മാഗസിൻ ചിത്രകാരനാണ് മോഹൻ മണിമല. ആർട്ടിസ്റ്റ് മോഹൻ മണിമല. അദ്ദേഹം ഒരു മണിമല സ്വദേശിയാണ്. എന്നാൽ ഇപ്പോൾ താമസിക്കുന്നത് തങ്ങഴ പത്തനാടാണ്. തങ്ങളുടെ ആർട്ട് പഠനം പൂർത്തിയാക്കിയത് കറുകച്ചാലിലെ AP ആർട്ട് സ്കൂളിലാണ്. എന്നാൽ ആർട്ട് രംഗത്ത് തങ്ങളുടെ ഗുരു A പരമേശ്വരൻ പിള്ളയായിരുന്നു. തന്റെ വരകളിൽ അമൂല്യ നിധികളുണ്ടെന്നും കൂടുതൽ വരയ്ക്കാനുള്ള പ്രോത്സാഹനം നൽകുകയും തന്റെ കഴിവുകളെ മെച്ചപ്പെടുത്താൻ സ്കൂൾ കലോത്സവ ഡ്രോയിങ് വേദികളിൽ പങ്കെടുപ്പിക്കുകയും തന്നിലുള്ള വരകളിലൂടെയുള്ള നിധിയെ കണ്ടെത്തിയത് ചന്ദ്രവല്ലി ടീച്ചറായിരുന്നു. അക്കാലഘട്ടത്തിൽ പല മാഗസിൻ കമ്പനികളിലും അദ്ദേഹം അവസരങ്ങൾ ചോദിച്ചു പോയിരുന്നു. എന്നാലാകട്ടെ വിധി അദ്ദേഹത്തിനെതിരെയായിരുന്നു. അവസരങ്ങൾ ചോദിച്ച ഓരോ കമ്പനികളും അദ്ദേഹത്തിന് ജോലി പിന്നെ നൽകാം എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ഡ്രോയിങ് ജീവിതം നിർത്തി മറ്റൊരു ജോലിക്ക് പോകാം എന്ന് കരുതിയിരിക്കുമ്പോഴാണ് തങ്ങളുടെ സുഹൃത്ത് കോട്ടയം ചെമ്പകം വാരികയിൽ ഒരു ആർട്ടിസ്റ്റിനെ ആവശ്യമുണ്ടെന്ന് പറയുകയും പിന്നീട് അങ്ങോട്ട് കോട്ടയം ചെമ്പകം ആഴ്ചപ്പതിപ്പിൽ മോഹൻ മണിമലയുടെ ചിത്രങ്ങൾ വരാൻ തുടങ്ങി. പിന്നീട് അങ്ങോട്ട് മംഗളത്തിൽ മാത്യു മറ്റത്തിന്റെ ആലിപ്പഴം എന്ന നോവലിൽ ഒരു പെൺകുട്ടി ചരിഞ്ഞു ബാലൻസ് ചെയ്തു വരുന്ന ഒരു ചിത്രം വരയ്ക്കാൻ മണിമലയ്ക്ക് സാധിച്ചു. എന്നാൽ ആ ചിത്രത്തെ ഇരു കൈകൾ നീട്ടി ജനങ്ങൾ സ്വീകരിച്ചു. മാഗസീനിൽ തന്റെ വരകളിൽ ആദ്യം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളായിരുന്നു പ്രസിദ്ധീകരിച്ചിരുന്നത്. അതിനുവേണ്ടി അദ്ദേഹം ഉപയോഗിച്ചിരുന്നത് പോസ്റ്റർ ബ്ലാക്ക് ആയിരുന്നു. എന്നാൽ വൈകാതെ തന്നെ കളർ പ്രിന്റുകൾ മാഗസീനുകളിൽ വരാൻ തുടങ്ങി. തുടക്കത്തിൽ അദ്ദേഹം വാട്ടർ കളറുകളാണ് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ വാട്ടർ കളറുകൾ ഉപയോഗിച്ച് വരയ്ക്കുന്ന പ്രിന്റുകൾ മങ്ങി തുടങ്ങുന്നതിനാൽ ഫ്യൂജി കളർ അല്ലെങ്കിൽ ഫോട്ടോ കളർ ഇതായിരുന്നു പിന്നീട് മോഹൻ മണിമല ചിത്രങ്ങൾ വരയ്ക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത്. പിന്നീട് അങ്ങോട്ട് മംഗളത്തിൽ നിന്നും മനോരമയിലേക്ക് നോവലുകൾക്കു വേണ്ടി തന്റെ ചിത്രങ്ങൾ വരയ്ക്കുന്നതിന് തുടക്കം കുറിച്ചു. ഇത് തന്റെ ജീവിതത്തെ മാറ്റിമറിക്കുകയായിരുന്നു. എന്നാൽ മോഹൻ മണിമല മനോരമയിൽ ആദ്യം വരയ്ക്കുന്ന നോവൽ ജോസി വാഗമഠത്തിന്റെ കാവൽമാടം എന്ന നോവലായിരുന്നു. ഇതിനുശേഷം പല മാഗസീനുകളിലും മോഹൻ മണിമലയെ സമീപിക്കുകയുണ്ടായി. അക്കാലഘട്ടത്തിൽ പുറത്തിറങ്ങിയ മാഗസീനുകളായ ജനനി, സഖി, മാമാങ്കം, പൗരത്തിനി, ചെമ്പകം, മംഗളം, മനോരമ തുടങ്ങിയ മാഗസീനുകളിൽ നോവലിനനുസരിച്ച് തങ്ങളുടെ ചിത്രങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു. എന്നാൽ മാഗസീൻ ചിത്രങ്ങൾ വരയ്ക്കുന്നതിന്റെ ജോലി തിരക്ക് കാരണം സമയം ഒരു പ്രശ്നമായി. ഓരോ മാഗസീൻ കമ്പനികൾക്കും കൃത്യമായ സമയത്ത് ചിത്രങ്ങൾ നൽകാൻ കഴിയാതെയായി. ആ ഒരു ഒറ്റ കാരണത്താൽ മോഹൻ മണിമലയെ മനോരമ കൂടെ ചേർക്കുകയായിരുന്നു. പതിറ്റാണ്ടുകളായി മലയാള മനോരമ വാരികയിലും മറ്റ് പ്രമുഖ ആനുകാലികങ്ങളിലും പ്രസിദ്ധീകരിച്ചിരുന്ന നോവലുകൾക്കും കഥാപാത്രങ്ങൾക്കും അദ്ദേഹം വരച്ച ചിത്രങ്ങളിലൂടെയാണ് പ്രശസ്തനായത്. നിങ്ങൾക്കറിയാമോ, നോവലുകളിലെ പ്രണയം, ഗൃഹാതുരത്വം, വൈകാരികത എന്നിവ വരകളിലൂടെ മനോഹരമായി ആവിഷ്കരിക്കാൻ മോഹൻ മണിമലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ മലയാളികളുടെ സ്ത്രീ സങ്കല്പം, സാരിയുടുത്ത നീണ്ട മുടിയും വലിയ കണ്ണുകളുമുള്ള കേരളീയ സ്ത്രീകളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ ജനപ്രിയമാക്കുന്നതിൽ അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾക്ക് വലിയ പങ്കുണ്ട്. മാത്രമല്ല, നോവലുകളിലെ കഥാപാത്രങ്ങളുടെ വൈകാരികതയെ വാക്കുകളേക്കാൾ മനോഹരമായി തന്റെ രേഖാചിത്രങ്ങളിലൂടെ അദ്ദേഹം വായനക്കാരിലേക്ക് എത്തിക്കുന്നത്. തന്റെ ഓരോ ചിത്രങ്ങളും കഥകളിലെ കഥാപാത്രങ്ങളും സന്ദർഭങ്ങളും അടിസ്ഥാനമാക്കിയാണ്. അനേകം ചിത്രങ്ങൾ ഇതിനകം മോഹൻ മണിമല വരച്ചിട്ടുണ്ട്.